പരമോന്നത നേതാവിന്റെ ഓഫീസുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട്. 2025 മുതൽ അയത്തുള്ള ഖാമനേയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സമ്മർദ്ദത്തിനിടയിൽ എങ്ങനെ ആശയവിനിമയം നടത്തുകയും നീങ്ങുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് യുഎസിന് പ്രത്യേക ഉൾക്കാഴ്ചകൾ ലഭിച്ചിട്ടുണ്ട്. CIA മാസങ്ങളോളം ഖാമനേയിയെ ട്രാക്ക് ചെയ്തതായ റിപ്പോർട്ട്. അവർ അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ മാപ്പ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പാറ്റേണുകൾ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് ഇവിടെയുണ്ടെന്ന് അവർക്കുറപ്പുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗത്തെക്കുറിച്ചും അവർ അറിഞ്ഞു. യുഎസും ഇസ്രയേലും യഥാർത്ഥത്തിൽ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ അവരുടെ ആക്രമണ സമയം മാറ്റിയതായി റിപ്പോർട്ട്. ഈ അവസരം നഷ്ടപ്പെടുത്താൻ വളരെ നല്ലതായിരുന്നു. പെട്ടെന്ന് ഇസ്രയേൽ മിസൈലുകൾ കെട്ടിടങ്ങളിൽ പതിക്കുന്നു. ആഘാത സമയത്ത് നിരവധി ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവയിലൊന്നിലും പരമോന്നത നേതാവ് ഖാമനേയി മറ്റൊന്നിലുമുണ്ടായിരുന്നു. അതിനുശേഷം ഉപഗ്രഹ ചിത്രങ്ങൾ കെട്ടിടങ്ങൾക്ക് കനത്ത നാശനഷ്ടം കാണിക്കുന്നു. കറുത്ത പുക ഉയരുന്നു. ജിയോകോൺ സ്ഥിരീകരിച്ച ഇവിടെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും കോമ്പൗണ്ടിന്റെ പ്രദേശത്ത് വൻതോതിൽ പുക ഉയരുന്നത് കാണിക്കുന്നു. അലി ഹുസൈനി ഖാമനേയി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കൂടാതെ കൊല്ലപ്പെട്ടവർ ഇറാന്റെ സായുധ ഘടനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ്